ഹായ് സുജിത് ഹിയർ. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷനും വേണ്ടാത്ത പേട്രിയറ്റ്, മലയാളം സിനിമ പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, സരൺ ഷിഹാബ്, രേവതി തുടങ്ങിയവർ അണിനിരക്കുന്ന പേട്രിയറ്റ്. മഹേഷ് നാരായണൻ്റെ സംവിധാനം. ഈ 4 പേർ, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ, ഫഹദ് ഫാസിൽ, ഇവർ 4 പേരും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ഇതിൽ നിന്ന് മാറി നിന്നു. ബുദ്ധിപരമായ നീക്കം. ഒരു രീതിയിലും എക്സൈറ്റ് ചെയ്യാത്ത ഒരു പടം. ഒരു ത്രില്ലർ ആണെങ്കിലും ഒരു 5 മിനിറ്റ് പോലും നമ്മളെ എൻഗേജ്ഡ് ആക്കാത്ത, എക്സൈറ്റിംഗ് അല്ലാത്ത ഒരു സിനിമ. അതാണ് ചുരുക്കത്തിൽ പേട്രിയറ്റ്. പിന്നെ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുവാണ്, ഇതൊരു മമ്മൂട്ടി പടമാണ്, അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ മോഹൻലാൽ ഉണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, അതായത് സോഷ്യൽ നെറ്റ്വർക്ക് പോലെയുള്ള ട്രെൻഡ് റെസ്നോർ, ആറ്റിക്കസ് റോസിൻ്റെയൊക്കെ മ്യൂസിക് പോലെയുള്ള ഒരു മ്യൂസിക്കാണ് പുള്ളി പിടിക്കാൻ നോക്കിയത് എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻസിൽ പറയുക. എന്തായാലും പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക BGM ഒന്നും എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിനിടയ്ക്ക് മമ്മൂട്ടിയുടെ ഒരു റാപ്പ് ഒക്കെ ഉണ്ട്. എന്തിനായിരുന്നു എന്തോ, റാപ്പ് പോലെ, കവിത പോലെ, റാപ്പ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇടയ്ക്ക് ആനിമേഷനുണ്ട്, ഇൻഫ്ലുവൻസസ് ഉണ്ട്. മൊത്തത്തിലൊരു അവയില് പരുവം. സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും മോശമായിട്ട് തോന്നി. ഞാൻ പറയാൻ കാരണം, ഇതിലൊരു ബ്രഹ്മാണ്ഡ സീനുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ സ്കെയിൽ കൊണ്ടല്ല, അതിൻ്റെ ഡെപ്ത്, ഇമോഷണൽ ഡെപ്ത് കൊണ്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആകേണ്ടിയിരുന്ന ഒരു സീനുണ്ട് ഇതിൽ. അതിലൊരു ഇമോഷൻ നമുക്ക് തോന്നത്തില്ല, എനിക്ക് തോന്നിയില്ല. അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത്രയും ടാലൻസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു സീൻ കാണിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആ സീൻ എന്ന് വെച്ചാൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അങ്ങനൊരു സീൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അത് സുപരിചിതമല്ല. 1, 2, മാക്സിമം 3 വട്ടം അങ്ങനെ മലയാളി ഒരു സിനിമ ഓൺ സ്ക്രീനിൽ അങ്ങനെ ഒരു രംഗം കണ്ടു കാണത്തുള്ളൂ. പക്ഷേ അവിടെ പോലും ഒരു എഫക്റ്റും തരാത്ത ഡയറക്ഷനും മ്യൂസിക്കും സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെയാണ് മൊത്തത്തിൽ. അതായത് ഇതിപ്പം ഫാൻസിനെ പ്ലീസ് ചെയ്യണോ അതോ മഹേഷ് നാരായണൻ എന്ന രീതിയിൽ തുടരണോ, അങ്ങനെ ആകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു സിനിമ പോലെ തോന്നി. ഓൾമോസ്റ്റ് 3 മണിക്കൂർ കൊണ്ട് പടം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സ്പൈവെയർ ആണ്. വാർത്തകളിലൊക്കെ നിറഞ്ഞെന്ന പെഗസസ് പോലെ ഇതിൽ പെരിസ്കോപ്പ്, ആ സ്പൈവെയർ രാഷ്ട്രീയക്കാരെങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഫഹദ് ഫാസിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അലറലോട് അലറലാണ്. അതായത് മൊത്തം അലറി അഭിനയിക്കുന്ന ഒരു ഫഹദ് ഫാസിൽ. പല രീതിയിൽ റെപ്പറ്റേറ്റീവാണ് പുള്ളിയുടെ പെർഫോമൻസ് ഇതിൽ. അത് മാത്രമല്ല, പെർഫോമൻസ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. സരൺ ഷിഹാബിൻ്റെ ക്യാരക്ടറും ആക്ടിങ്ങും മാത്രം കുറച്ച് ജെന്യൂൻ ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം കണക്കാണ്. പ്രത്യേകിച്ച് ഫഹദ് ഭയങ്കര അരോചകമായിട്ട് തന്നെ തോന്നി. അതുപോലെ ഭയങ്കര വിരസതയുള്ളൊരു പടമാണ്. കാരണം ഒരു ത്രില്ലറായിട്ട് പോലും നമ്മൾ എക്സൈറ്റ് ചെയ്യാത്തൊരു പടം, ഒരു 5 മിനിറ്റ് പോലും നമ്മൾ പിടിച്ചിരുത്താത്ത, എൻഗേജ് ചെയ്യാത്ത, എക്സൈറ്റ് ചെയ്യാത്തൊരു പടമായിട്ട് തോന്നി പേട്രിയറ്റ്. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ റേറ്റിംഗ് സ്കെയിൽ. ദിസ് ഇസ് ക്ലോസ് ടു പത്തറ്റിക്. 0 out of 5 for Patriot. Thanks for watching.